ഹലോ, ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രാന്തത്തിൽ ഇപ്പോൾ വലിയൊരു സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നന്ദയെ ഇത്രത്തോളം ഒറ്റപ്പെടുത്താത്ത, നന്ദ ഇത്രത്തോളം വഴക്കൊന്നും പറയാത്ത ഗൗതം ഇപ്പോൾ ഒരു കാരണവുമില്ലാതെ നന്ദയെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നന്ദയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നന്ദയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൗതമും ലക്ഷ്മിയുമാണ് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും നന്ദയ്ക്കെതിരായിരുന്നു. എന്നാൽ ഇപ്പോ അവിടെ ലക്ഷ്മി നന്ദയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഗൗതം മാറി നിൽക്കുവാണ്. അതേസമയം നന്ദയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, തന്റെ ഏട്ടത്തിയെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് അർജുനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇതോടുകൂടി ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഭയങ്കര ഒരു സംഘർഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദ വന്നു, പക്ഷെ നന്ദയെ വന്ന് ഉടനെ തന്നെ ഗൗതം ഇറക്കി വിടുകയാണ് ചെയ്തത്. എന്നാൽ നന്ദ ഒരിക്കലും പോകാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ പിടിച്ചു നിർത്തുവാണ്. അവസാനം നന്ദ പറഞ്ഞു, ഇപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആ കള്ളിയെ പോലെ ആ റൂമിൽ നിന്നും ഇറങ്ങി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഗൗതം സാറും ചെയ്തത്. എന്റെ അനുവാദമില്ലാതെ എന്നെ ആ റൂമിൽ പൂട്ടിയിട്ടത് ഏറ്റവും വലിയ തെറ്റാണ് എന്ന് നന്ദ ഗൗതമിനോട് പറയുകയും അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവുകയാണ്. അവസാനം ദേഷ്യത്തോടെ അവിടെ ഗൗതം നന്ദയെ അടിക്കാൻ വേണ്ടി വരെ കൈ ഓങ്ങുവാണ്. അവിടെ നന്ദയെ അടിക്കാൻ വേണ്ടിയിട്ട് കൈ ഓങ്ങുകയും എന്നിട്ട് നീ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പാടില്ല, നീ ഇറങ്ങിപ്പോയിക്കോ എന്നുള്ള രീതിയിൽ സംസാരിക്കുവാണ്. അപ്പൊ അടിക്കാൻ കൈ ഓങ്ങിയ ഗൗതമിന്റെ കൈ തടഞ്ഞുകൊണ്ട് അർജുൻ പറയണേ, ഏട്ടാ എന്താ കാണിക്കുന്നത്? ഉടനെ നീ എന്റെ കൈ തടയേണ്ട ആവശ്യമില്ല, ഞാൻ പലവട്ടം പറഞ്ഞു ഇത് എന്റെയും അവളുടെയും പ്രശ്നമാണെന്ന്. അപ്പോൾ അവിടെ അതിന്റെ ഇടയിൽ പിങ്കിയും ഇടപെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ്. അപ്പോൾ അവിടെ നന്ദ പറഞ്ഞത്, അർജുൻ തടയേണ്ട ഒരു ആവശ്യവുമില്ല, എന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് എൻ്റെ അച്ഛന് വാക്ക് കൊടുത്ത ആ കൈയാണ്, ആ കൈ എന്നെ അടിച്ചോട്ടെ കൊന്നോട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സങ്കടങ്ങൾ അത്രത്തോളം ഉള്ളിൽ ഒതുക്കി നന്ദ അവിടെ നിൽക്കുവാണ്. അവസാനം ദേഷ്യത്തോടെ ഗൗതം അകത്തോട്ട് കയറി പോവുകയും അതിന്റെ പിന്നാലെ നന്ദയൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വലിയ ആ ഒരു പ്രശ്നങ്ങളെല്ലാം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നന്ദ വീണ്ടും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും, നന്ദ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായത്, സ്വന്തം അനിയനും ചേട്ടനും അടിച്ചു പിരിയാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് പോലും നന്ദ കാരണമാണ് എന്നൊക്കെ അവിടെ അരുന്ധതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാശിയില്ലാത്ത പെൺകുട്ടികൾ വീട്ടിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും സ്ഥിതി. അതിന്റെ ഇടയിൽ തന്നെ നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്, കുറയുന്നതില്ല, കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം ഭയങ്കര ദേഷ്യത്തിലാണ്. നന്ദ നേരെ റൂമിലോട്ട് കയറി വന്നു സമയത്ത് തന്നെ ഗൗതം അവിടെ ഉണ്ട്. നേരെ ബുക്കെല്ലാം കൊണ്ടുവച്ച് വരുന്ന സമയത്താണ് അവിടെ പിങ്കി വന്നത്. എന്നിട്ട് ഞാൻ പിങ്കി വന്നതിന് ശേഷം ഗൗതമിനോട് പറയുവാണ്, ഞാൻ നന്ദയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. നന്ദ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് മുകളിലോട്ട് കയറി വന്നതാണ്, ആഹാരമൊന്നും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് നന്ദയെ കൂട്ടിക്കൊണ്ട് ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി നേരെ നന്ദയുടെ അടുത്തിട്ട് ചെന്നു. പക്ഷെ പിങ്കി വന്നത് ഒരിക്കലും നന്ദയെ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ച് ഗൗതമിന്റെ മനസ്സിൽ വീണ്ടും തീ ആളി കത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിങ്കി വന്നത് എന്ന് നന്ദയ്ക്ക് നല്ലതുപോലെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിങ്കി വന്നതിന് ശേഷം നന്ദയെ ഒരുപാട് കുറ്റപ്പെടുത്തി സംസാരിക്കുകയും, ഇപ്പൊ ഗൗതം നന്ദയെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, നന്ദ പണ്ടേ അങ്ങനെയാണല്ലോ, ദേഷ്യവും വാശിയും മറ്റുള്ളവരോടും മര്യാദയില്ലാതെ പെരുമാറുക എന്നെല്ലാം നന്ദയുടെ സ്വഭാവമാണ്, അതറിയാമല്ലോ ഗൗതമിന്. പിന്നെ ഗൗതം ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്താണ്? അത് കേട്ടോടനെ തന്നെ നന്ദയെ ഊട്ടിക്കാൻ ആരും വരേണ്ട ആവശ്യമില്ല, അഹങ്കാരമുള്ളവർ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദയെ വീണ്ടും കുറ്റപ്പെടുത്തുകയും, അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും നന്ദയെ കുറ്റപ്പെടുത്തി ദേഷ്യം വന്നിട്ട് നന്ദ പിങ്കിയോട് ദേഷ്യപ്പെടുത്തി സംസാരിക്കുകയാണ്. നീ എന്തിനാണ് വന്നത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, എന്തായാലും നീ പറഞ്ഞതെല്ലാം ഞാൻ വരവെച്ചിരിക്കുന്നു, നീ എന്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്, നീ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്, അതിനി മതി, നീ ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പിങ്കി ഇറക്കി വിട്ടു. പിങ്കി ഇറക്കി വിട്ടതിന് ശേഷം ഗൗതമിനോട് ചോദിക്കുകയാണ്, ഇപ്പോൾ സമാധാനമായല്ലോ, എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാണ്, നീ ഇപ്പൊ മനഃപൂർവ്വം എന്നെ ഇങ്ങനെ കരിവാരി തേച്ചപ്പോൾ സമാധാനമായുള്ളൂ എന്നുള്ള രീതിയിൽ ഗൗതമിനോട് സംസാരിക്കുകയും, അങ്ങനെ ഗൗതമും നന്ദയും തമ്മിൽ വലിയൊരു വഴക്ക് അവിടെ സംഭവിക്കുകയാണ്, വലിയൊരു പൊരിഞ്ഞാടി. അവസാനം ദേഷ്യത്തോടെ ഗൗതം പറയുന്നുണ്ട്, നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നീ ഇവിടെ നിന്ന് വെച്ചോ പോയിക്കോ, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗൗതം സാർ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചിട്ട് നിൽക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് പറയുകയും നേരെ ഗൗതം പോയിട്ട് നന്ദയുടെ സർട്ടിഫിക്കറ്റ്സും രേഖകളും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇരുന്ന ഫയലെല്ലാം എടുത്തുകൊണ്ട് നന്ദയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തതിന് ശേഷം, ഇനി എന്റെ ബാധ്യത തീർന്നു, ഇനി നീ ഞാനായിട്ട് ഇവിടെ പിടിച്ച് നിർത്തുന്നു, അല്ലെങ്കിൽ ഞാനാണ് ഇടങ്കോലിടുന്നത് എന്ന് നീ പറയേണ്ട ഒരു ആവശ്യമില്ല, നീ ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തു, എനിക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് ഗൗതം നന്ദയോട് പറയുക. അത് കേട്ടപ്പോൾ നന്ദയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി. ഇത്രത്തോളം നെഞ്ചിൽ ആണി തറയ്ക്കുന്ന രീതിയിലാണ് ഗൗതമിന്റെ ആ ഓരോ വാക്കുകളും നന്ദയുടെ നെഞ്ചിൽ തറച്ചു കയറിയത്.
അതുകൊണ്ട് ഇതോടുകൂടി ഗൗതം സാറിന്റെ ബാധ്യത തീർന്നില്ല. എനിക്ക് എന്റെ ഗാർഡിയൻ സ്ഥാനത്ത് ഗൗതം സാറിന്റെ പേരാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് കോളേജിൽ നിന്ന് TC വാങ്ങിച്ചു തരണം. നീ എന്താന്ന് വെച്ചാൽ പറഞ്ഞോ, ഞാൻ വന്ന് TC വാങ്ങിച്ചു തന്നോളാം, നീ നിന്റെ പാട് നോക്കി വെക്കോ, ഞാൻ ഇനി നിന്റെ കാര്യത്തിൽ ഇടപെടാൻ വരത്തില്ല, ഞാൻ നിന്റെ ജീവിതത്തിൽ വരത്തില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് ഗൗതം പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു തർക്കങ്ങൾ വഴക്കുകളൊക്കെ കേട്ട പിങ്കിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ അർജുൻ അവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് പിങ്കി ഭയങ്കര സന്തോഷത്തിൽ അർജുനോട് പോയി ഓരോ കാര്യങ്ങൾ പറയുകയും എനിക്ക് എന്നിട്ട് ഇന്നത്തെ ദിവസം ഭയങ്കര സന്തോഷമാണ്, ഇത് സന്തോഷിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വന്തം ഏട്ടനും ഏട്ടത്തെയും ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് എങ്ങനെ സന്തോഷിക്കാൻ തോന്നുന്നു, നീ ഇത്രയും സെൽഫിഷ് ആണോ, സ്വാർത്ഥയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ അർജുൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ സന്തോഷം വരുമ്പോൾ ഞാൻ സന്തോഷിക്കാതെ ദുഃഖിച്ചുകൊണ്ടിരിക്കണമോ? അത് എന്റെ സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ സന്തോഷിക്കാം, അത് മറ്റുള്ളവർ എന്ത് ചിന്തിക്കണം എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല ഗൗതമും നന്ദയും ഒന്നിക്കാൻ പോകുന്നില്ല, അവര് തമ്മിൽ ഇപ്പോഴും വലിയ പ്രശ്നങ്ങളാണ്. എനിക്ക് നന്ദയുടെ സ്വഭാവം നല്ലതുപോലെ അറിയാം, ഇനി അവരെ അടിച്ചു പിരിയത്തേ ഉള്ളൂ, അവര് സന്തോഷിക്കത്തില്ല എന്ന് പിങ്കി പറയുവാണ്. എന്നാലും പിങ്കിയുടെ മനസ്സിലെ സന്തോഷം എന്ന് പറയുമ്പോൾ ഒരുപാട് നാൾ ആഗ്രഹിച്ച ഗൗതമും നന്ദയും തമ്മിൽ വലിയൊരു വഴക്കാണ്. ഈ വഴക്ക് മൂർച്ഛിച്ചു പോകുന്നതല്ലാതെ കുറയത്തില്ല. അപ്പൊ പിന്നെ ഗൗതമിന്റെ ജീവിതത്തിൽ നിന്നും നന്ദയെ പടിയിറക്കി വിടും, പിന്നെ എനിക്ക് അവിടെ കയറി അവിടെ കയറാനായിട്ട് എളുപ്പമാണ് എന്നൊരു ആശയാണ് പിങ്കിയുടെ മനസ്സിൽ. പിങ്കി ഇങ്ങനെ ദേഷ്യപ്പെട്ടതിന് ശേഷം പോകുമ്പോഴും അർജുന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ ഒന്നിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം നന്ദ ആലോചിച്ചു, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന്. രാവിലെ തന്നെ നന്ദ നോക്കുമ്പോഴത്തേക്കും ഗൗതം സാർ പറഞ്ഞ കാര്യങ്ങളാണ് നന്ദയുടെ മനസ്സിൽ അത്രയും ഇങ്ങനെ ഇടിമുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്രത്തോളം താൻ സ്നേഹിച്ചിട്ടും അത്രത്തോളം ത്യാഗങ്ങൾ ചെയ്തിട്ടും ഗൗതം സാർ ഒരിക്കലും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നൊരു സങ്കടങ്ങൾ നന്ദയുടെ മനസ്സിൽ നിൽക്കുകയും അവസാനം നന്ദ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. തന്റെ ബുക്കുകളെല്ലാം എടുത്ത് ബാഗിനകത്ത് വെച്ചതിന് ശേഷം തന്റെ അച്ഛന്റെ ഫോട്ടോയിൽ നോക്കി ഒരുപാട് നേരം നിന്ന് കരഞ്ഞതിന് ശേഷം ആ ബാഗിൽ ഫോട്ടോയൊക്കെ എടുത്തു വെച്ചുകൊണ്ട് നന്ദ പടിയിറങ്ങുവാണ്. ബാഗൊക്കെ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് ഗൗതം ഉറക്കത്തിൽ നിന്ന് എണീറ്റു നോക്കുമ്പോൾ നന്ദ ബാഗൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഗൗതമിന് മനസ്സിലായി നന്ദ പോവാൻ പോവാണ്. അപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി ഞാൻ പോവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അങ്ങനെ നന്ദ നേരെ വന്നു ഗൗതം സാറിനോട് പറയുവാണ്, ഗൗതം സാർ ഞാൻ പോവുകയാണ്, ഇനി എൻ്റെ ശല്യം ഉണ്ടാകത്തില്ല, ഞാനായിട്ട് ഇനി ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കത്തില്ല, ഞാൻ ഇവിടുന്ന് പടിയിറങ്ങുവാണ്, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല എന്ന് നന്ദ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഞാൻ ഈ വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് അത്രത്തോളം ഇഷ്ടമില്ലാതെയാണ് വന്നത്, പക്ഷേ ഇപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. ഞാൻ ആരോടും യാത്ര ചോദിക്കുന്നില്ല, ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും സങ്കടങ്ങൾ കാണാനായിട്ട് എനിക്ക് പറ്റത്തില്ല, കൂടുതലും എനിക്ക് ആരുടെയും സങ്കടങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കാനോ സഹിക്കാനോ ഒട്ടും സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പോകുവാണ്. അവിടെ ഗൗതം തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഗൗതമിന്റെ മനസ്സിൽ ഈഗോ, അത് മാത്രമല്ല ഞാനായിട്ട് ഇനി നന്ദയുടെ ജീവിതം തുലയ്ക്കേണ്ട ആവശ്യമില്ല, കാരണം നന്ദ പറഞ്ഞ വാക്കുകൾ ഗൗതമിന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്, ഞാനായിട്ട് നന്ദയുടെ ജീവിതങ്ങൾ തകർക്കുന്നില്ല, അതുകൊണ്ട് നന്ദയുടെ ഇഷ്ടത്തിന് പൊക്കോട്ടെ എന്നാണ് ഗൗതം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗൗതം പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നന്ദയുടെ നെഞ്ചിൽ തറച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നന്ദ ആ വീടിന്റെ പടിയിറങ്ങി നന്ദ എവിടെ പോകണം എന്ത് ചെയ്യണം എന്നൊന്നും ഒരു നിശ്ചയവുമില്ല. എന്നാലും നന്ദ അവിടുന്ന് പോവുകയാണ്. ഇന്ദിവരത്തിൽ നിന്നും പടിയിറങ്ങി എന്നേക്കുമായി നന്ദ അവിടുന്ന് സ്ഥലം വിട്ടു. പക്ഷെ ഈ ഒരു സമയത്തും അവിടെ പിങ്കി നന്ദയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവിടെ ലക്ഷ്മി ആഹാരം കഴിക്കാതെ പോകുമ്പോഴും നന്ദയും ഗൗതമും വന്ന് അത് സന്തോഷത്തോടെ ഇറങ്ങി വന്നാൽ മാത്രമേ അവരുടെ ലക്ഷ്മി ആഹാരം കഴിക്കത്തുള്ളൂ, അങ്ങനത്തെ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അരുന്ധതിയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ പിങ്കി നന്ദയെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവിടെ അർജുനും തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അവിടെ ആർക്കും അറിയത്തില്ല നന്ദ അവിടെ നിന്ന് പോയ കാര്യം, ഇതുവരെയും ഗൗതമും പറഞ്ഞിട്ടില്ല. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ഇന്ത്യവരത്തിൽ നിന്നും പടിയിറങ്ങിയ നന്ദയ്ക്ക് ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, നന്ദയുടെ ജീവിതത്തിൽ ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും, എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും നേരിടാൻ പോകുന്നത്, അവരുടെ ജീവിതം ഇനി എങ്ങനെയൊക്കെ ആയിരിക്കും മാറിമറിയാൻ പോകുന്നത്, ഗൗതമും നന്ദയും വീണ്ടും ഒന്നിക്കുമോ, അർജുനും പിങ്കിയും പിങ്കിയുടെ ആ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുമോ വിജയിക്കുമോ, ഇനി അർജുന് നന്ദയെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് സാധിക്കുമോ, പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.